ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് എടുത്ത വീഡിയോയാണ്. ഇന്നലെ അക്കുവിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമായിരുന്നുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. വീഡിയോ എടുത്തു വെച്ചതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, എന്നാലും എഡിറ്റ് ചെയ്യാനൊന്നും ആവുന്നില്ലായിരുന്നു. അതുകൊണ്ട് കേട്ടോ ഇന്നലെ വീഡിയോ ഇടാഞ്ഞത്. അവൾ പാസ്സായി. ഇവിടെ രാവിലെ ചായ കുടിക്കുന്ന കൂടെ തന്നെ എന്തെങ്കിലും ബേക്കറി സാധനങ്ങളൊക്കെ കഴിക്കും. ഉറുമ്പ് കയറുന്നതുകൊണ്ട് മുകളിലൊരു കൊളുത്തിൽ ബേക്കറി സാധനമൊക്കെ തൂക്കിയിട്ടേക്കും കേട്ടോ. ഇതെല്ലാം ബേക്കറിയാണ് തൂക്കിയിട്ട്. ഇതൊന്നും ആരെയും കാണിക്കണ്ട. ബേക്കറി സാധനങ്ങളുണ്ട്. എല്ലാവരും ഒന്നും എഴുന്നേറ്റ് വന്നില്ല. എഴുന്നേറ്റ് വന്ന് ഞങ്ങൾ കുറച്ച് പേരൊക്കെയാ ചായ കുടിക്കുന്നേ. ഇതാരുടെ അടി വലിയ കുപ്പായൊക്കെ? കഞ്ഞി വാർക്കുന്നത് അങ്ങനെയാണ്. ആദ്യത്തെ വെള്ളം ഊറ്റിയിട്ട് രണ്ടാമതൊരു വെള്ളം കൂടെ ഒഴിച്ചാൽ ചോറിൻ്റെ പശപ്പ് മാറുന്നതാണ്. അതൊക്കെ ഇവിടെ 100 പ്രാവശ്യം പറഞ്ഞാലേ ആദ്യമായിട്ട് കാണുന്നൊരു. ഞാൻ വീഡിയോ എടുക്കുമ്പോഴേ എന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് മമ്മി വെറുതെ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആൻറ്റി രാവിലെ തന്നെ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ വാർത്തൊക്കെ ഇടുന്നുണ്ട്. രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ഉച്ചക്കത്തേക്ക് പിന്നെ രാവിലത്തെ കഴിച്ച് കഴിഞ്ഞിട്ടേ കറികളൊക്കെ വെക്കത്തുള്ളൂ. ചോറ് രാവിലെ അങ്ങ് വെക്കും. ഇടിയപ്പത്തിന് തലേദിവസത്തെ ഇറച്ചിക്കറി ഇരിപ്പുണ്ട്, അതുകൊണ്ട് വേറെ കറികളൊന്നും വെക്കുന്നില്ല. മമ്മിയെ കൊണ്ട് രക്ഷ. മയിലിങ്ങനെ മുറ്റത്തോട്ട് വരും ആൻറ്റി. മയില് മുറ്റത്ത് പറമ്പിൽ കൂടെ അടുത്തേക്ക് വരികയില്ല. കാണാവോ? ആൺമയിൽ വീല് വിരിച്ച് നിൽക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടോ? നല്ല നീളമുള്ള വാലുള്ള ആൺമയിലൊക്കെ ഉണ്ട്. എവിടെ എന്നെ ഫ്രിഡ്ജിൽ നോക്കുന്നേ? സാമ്പാർ വെക്കാനുള്ള കഷ്ണം. അങ്കിള് രാവിലത്തെ ചായ കുടിച്ചേച്ച് ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുക. കുടിക്കാനുള്ള വെള്ളമല്ലേ ഇത്? ഇത് കൂളിങ് കൂട്ടിയിട്ടേക്കുവാ. എന്നാലും ഓറ് കൂട്ടിയിട്ടൊന്നുമില്ല. ഐസായിട്ട് ചക്ക അരിഞ്ഞിട്ട് ഫ്രീസറിലൊന്നും വെച്ചിട്ടില്ല, ഫ്രിഡ്ജിൽ ഇങ്ങനെ. എടുക്കും ഇങ്ങോട്ട് നോക്കിക്ക്. നോക്കണേ. ഇല്ല, കാറ്റോ? ഇതെന്നതാ, മീനോ? മത്തിയോ? മമ്മി എന്നെ സാമ്പാറിനുള്ള തക്കാളി അരിയോ? നമുക്ക് ചൂടാ. മീൻ വെട്ടണോ? നാളെ രാവിലെയോ? എത്ര മണിക്ക് പോകും വെളുപ്പിന്? ഇതെന്നതാ, മീൻ കറിക്കുള്ളതാ? ഇതന്നെ അരിഞ്ഞു കഴിഞ്ഞിട്ടാണോ കഴുകുന്നേ? സാമ്പാറിനോ? വെള്ളത്തിൽ മുക്കുന്ന ആ വീഡിയോ കണ്ടപ്പോ മുതല് തോടുണ്ട്. ഞാൻ ചോദിച്ചു നിനക്ക് മുങ്ങണോ? എനിക്ക് മുങ്ങണം. ഞാൻ പറഞ്ഞു ഒത്തിരി വെള്ളമുണ്ട്. പപ്പ അങ്ങ് പോയില്ല, ആരാ മുക്കുന്നതെന്ന് ചോദിച്ചു. കുഞ്ഞുണിക്കും പോണെന്ന് പറഞ്ഞോണ്ടാ. എല്ലാവരും ഉച്ചക്കത്തെ ചോറൊക്കെ കഴിക്കുക. ചോറൊക്കെ കഴിച്ചേച്ച് മീൻ തുള്ളിപ്പാറ പോകണമെന്നും പറഞ്ഞുകൊണ്ടാണ് വേഗം ചോറൊക്കെ കഴിക്കുന്നത്. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇടിയൊക്കെ വെട്ടി വലിയ മഴയൊക്കെ പെയ്യുന്ന പോലെ വന്നു. എന്നാലും പെയ്തൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് താമസിച്ചാണ് പോയതും. പപ്പ ഞങ്ങളെ ഇറക്കും അല്ലേ പപ്പ?
വെള്ളം വെള്ളത്തിൽ നിന്ന് കോരിക്കൊണ്ട് വന്നിട്ട് പുഴയിൽ ഇറങ്ങാൻ പറ്റുമോ? വലിയ വെള്ളം ഇവിടെ ഈ സ്ഥലത്തിന് എന്നാടി പേര് പറയുന്നത്? എന്നതാ? മീൻ തുള്ളിപ്പാറ. പതുക്കെ ഇറങ്ങണേ, ഉരുളൻകല്ലുകളാ. അങ്കിളെന്നെ അങ്ങോട്ട് പോന്നേ. നല്ല മഴക്കാറുണ്ട്. അതാ പോന്നു. ഇറങ്ങല്ലേ, തന്നെ ഇറങ്ങല്ലേ. നീ ഇരുന്നിട്ട് അങ്ങ് നിരങ്ങി ഇറങ്ങടി. ഡേ അടങ്ങിരി. നിത്യ മുങ്ങ, നിത്യ മുങ്ങ. എടി അവിടെ മുങ്ങടി. അവള് വലിയ നീന്തുന്നയാളാന്നും പറഞ്ഞ് വന്നതാ. ഇതിനേക്കായി വെള്ളത്തിൽ അവിടെ പുഴയിൽ അലക്കാൻ പോയത്. ഇതിലും വെള്ളമായിരുന്നു അലക്കാൻ പോയ പുഴ. അങ്ങും ഇങ്ങും നമ്മളന്ന് അവിടെ നിന്ന് വെള്ളരിക്കുണ്ടിയിൽ നിന്ന് അലക്കാൻ പോകുന്ന പുഴ. കയറ്റിയിരുത്തങ്ങോട്ട്. വായ അടച്ചു പിടിക്കാൻ, വായക്കാൻ. ഡ്രസ്സ് എടുക്കണ്ടായിരുന്നു ഞാനിപ്പോൾ വിചാരിക്കുക. ഡ്രസ്സില്ല. ഹായ് വേണ്ട. കുളിക്കേണ്ടവരൊക്കെ കുളിച്ചോ? വീട്ടിൽ പോയിട്ടൊരു കുളിക്കൊന്നുമില്ല, മുടിയെല്ലാം അഴിച്ചോ? അവിടെ തലയൊക്കെ കുളിച്ചോ? ഇനി വീട്ടിൽ പോയി ആരും കുളിക്കണ്ട.
കുഞ്ഞുണ്ണിയുടെ നീന്തല്. ഇടി വെട്ടുന്നുണ്ട്, കൊള്ളിയാൻ മിന്നുന്നുണ്ട്, മഴ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് മമ്മി ഞങ്ങളെല്ലാം കരയ്ക്ക് കയറ്റി. മമ്മിക്ക് ഭയങ്കര പേടിയാണ്, എവിടെന്നെങ്കിലുമൊക്കെ മലവെള്ളപ്പാഴ്ചിലൊക്കെ വരുമോ എന്നൊക്കെ ഓർത്തിട്ട്. അതുകൊണ്ട് ഞങ്ങളെല്ലാം കരയ്ക്ക് കയറി പിന്നെ വീട്ടിലേക്ക് പോകുക. ജീപ്പൊക്കെ പോവോ? അതാ ജീപ്പ് പോന്നു. പോവാൻ ഇവിടെ തന്നെ നിൽക്കുക പൂച്ച അല്ലേ? ആള് വരുമ്പോഴത്തേക്ക് കരയുന്നുണ്ടല്ലോ. കരിയാപ്പില എടുത്തോണ്ട് പോണോടി. ഓ ഇത്രയും പൊളിച്ചു അല്ലേ? ഇനി ശകലേ ഉള്ളൂ. എന്നതാ പറയുന്നേ? അവിടെ നിന്ന് പരാതി പറയുന്നുണ്ടല്ലോ. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. ആൻറ്റിയൊക്കെ ഇപ്പം താമസിക്കുന്നത് വാടകയ്ക്കാണ്. ഇത് ആൻറ്റിയുടെ ഒക്കെ പഴയ വീടാണ്. ഇത് പൊളിച്ചിട്ട് പുതിയ വീട് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പൂച്ചയുണ്ട് ഇവിടുന്ന്. അവർ പുതിയ വീട്ടിലേക്ക് പോയപ്പോൾ പോകാതെ ഇവിടെ നിൽക്കുന്നത്. അതിന് തീറ്റ കൊണ്ട് കൊടുക്കും ഇവിടെ. ഈ കുഞ്ഞോളെ അടുക്കള പണ്ടത്തെ പോലെ തന്നെയാ? ആ അതങ്ങനെ തന്നെ ഉണ്ടല്ലേ? അത് പൊളിക്കുന്നുണ്ടോ? മണ്ണ് JCB കൊണ്ട് നിരത്തൂ അല്ലേ? കിണറ്റിൽ നിങ്ങൾ വരുമ്പോൾ വെള്ളം കോരുന്നുണ്ടോ? വെള്ളം കോരുന്നുണ്ടോ കിണറ്റിൽ നിന്ന്? അങ്ങനെ കോരാതിടാൻ പാടുണ്ടോ? അങ്ങനെ ഇല്ലെന്നൊക്കെ പറയുന്നത് കേൾക്കാറല്ലോ ഇടയ്ക്ക്. ആര് കഞ്ഞിയും കറിയും വെച്ച? അവിടെ പൊളിച്ചു അല്ലേ? ആണോ? അപ്പൊ ഇപ്പൊ അവിടെ കോഴി അതിനകത്തിലിടുന്ന ഞാൻ അവിടുത്തെ കൂട് കണ്ടില്ല. കൂട് മേടിച്ചു. എന്നാ വരുന്നോ? പേടിയാ? ആ പേടിയാ. ആഹാ പിള്ളേരെ പേടിയാണോ? വലിയൊരു പേടിയില്ല? ഇവിടെയൊക്കെ വൈകുന്നേരം വന്നിരിക്കാനും കാണാനും ഒക്കെ നല്ല രസമുള്ള സ്ഥലമാണ്. മഴ പെയ്യുമ്പം ഇവിടെയൊക്കെ വെള്ളം കയറുവേ. ഇപ്പോൾ ആൻറ്റിയൊക്കെ താമസിക്കുന്ന ഈ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വലിയൊരു കുന്നുണ്ട് കേട്ടോ. ആ കുന്ന് കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. രാത്രി ആവാറായി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ. ഇവിടെ ഒരുപാട് മയിലുണ്ട്. വീടിൻ്റെ ഒക്കെ മുകളിലൊക്കെ വന്നിരിക്കും. രാത്രിയും പകലും ഒക്കെ ആയിട്ട് മയിലിൻ്റെ കരച്ചിലൊക്കെ കേൾക്കാവേ. വീട്ടിലെത്തിയപ്പം ആൻറ്റി പഴംപൊരിയും ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം ചായയൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നു. ഇവിടെ ലൈറ്റ് ഉണ്ടോ? ഫോട്ടോ എടുക്കാൻ വെട്ടമുള്ളപ്പോൾ ആൻറ്റി എനിക്ക് പിന്നെ വാട്സപ്പിൽ ഇട്ട് തന്നാൽ മതി. ഇങ്ങനെ അടിച്ചു വിടുമ്പോഴേ ഒന്നും പിടിക്കും. ഇവിടെ കുറുക്കനൊന്നുമില്ലേ? ആ അഴിച്ചു വിടുമ്പോൾ ആൻറ്റി ശ്രദ്ധിക്കും. ആൻറ്റി ഇല്ലെങ്കിൽ അഴിച്ചു വിടുകയല്ലോ. വെള്ളം എല്ലാ സെറ്റപ്പും ഉണ്ടല്ലേ? നമ്മുടെ കോഴിക്കോട് പോലല്ല. അപ്പോൾ വെള്ളം നിറയ്ക്കുന്നത് എങ്ങനെയാ? അവിടെ കൊണ്ട ഒഴിക്കണം. എന്നിട്ട് ഇത് പൈപ്പ് തുറന്നു വിടുമ്പോൾ അതിനകത്തുള്ള വേസ്റ്റ് വെള്ളം അഴുക്കുകളും എല്ലാം പോകും. അത് തന്നെ കയറും. ഞാൻ കാണുന്നില്ല. ഇപ്പൊ കരയുന്നതും കേട്ടു. എവിടെ ഇപ്പൊ ചേട്ടൻ കണ്ടേ? ഇരുട്ടാ കാണത്തില്ല. പാതിരക്കൊക്കെ ചിലപ്പോ കിടന്ന് കാറും. ആ രാത്രിയിലൊക്കെ കരയും. ആ ഞാനും പേടിച്ചു. പെട്ടെന്ന് ഇങ്ങോട്ട് പറന്ന് ഭയങ്കര ശബ്ദത്തിലാ പറന്ന് വരുന്നത്. അതാ പട്ടി പോന്നു. പട്ടി ഓടിക്കോ? ആ ഈ പട്ടി ഉള്ളത് ഒരു ഉപകാരം കേട്ടോ. ഇതിനൊരു പേടി. രാത്രിയിലൊക്കെ എവിടം വരെ പോകുന്നറിയോ? പൊരിച്ചോണ്ട് അങ്ങ് പോകും. പൂച്ചയും പട്ടിയും കൂടെ ഒന്നിച്ച് വെള്ളം കുടിക്കുന്നു.
ഇവിടെ അടുത്ത് വീടുകളൊന്നുമില്ല. ഞങ്ങൾ കോളിയാടിൽ വാടകയ്ക്ക് താമസിച്ചില്ലേ, അവിടുത്തെ ചുറ്റുപാട് പോലൊക്കെ തന്നെയാണ് കേട്ടോ. അടുത്ത് വീടുകളൊന്നുമില്ല. വീട്ടിലേക്ക് കയറി വരാൻ സ്റ്റെപ്പും ഒക്കെ ആയിട്ട് ഏകദേശം അതുപോലത്തെ ഒക്കെ ഒരു വീടാണ്. ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടോ? ഞാൻ ആ ആൻറ്റി അടുപ്പിൽ തീ കത്തിക്കുമ്പോഴാട്ടോ ഈ ഒരു സാധനം ആദ്യമായിട്ട് കാണുന്നത്. അടുപ്പ് തിരി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഇവിടുത്തെ മൂത്ത ആളാട്ടോ, ജിത്തു. അവൻ ഗൾഫിലാണ്. അനക്കാതെ നിന്റെ മുഖം ശരിക്കും പിടിക്കടാ. ചിരിച്ചോണ്ടിരിക്കടാ. കിട്ടി കിട്ടി കിട്ടി. ആരുടെ ഫോണിലല്ല, ചേച്ചിന്റെ ഫോണിലാ. അത് ശരിയാണല്ലോ, പിന്നെ ആൾക്കാർ കാണാത്തല്ലേ. ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.